everyone, welcome back to my channel. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ തേർഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ ഒരു ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഐ വോണ്ട് ടു താങ്ക് ഓൾ ഓഫ് യു. കാരണം നമ്മൾ 3K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ആൻഡ് സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇനിയും മുന്നേറാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ട സാധനങ്ങളൊന്നും കൊണ്ടുപോകില്ല, വേണ്ടാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ആ മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ DMസിലും കോമൻസിലും ചോദിച്ച പോലെ ഞാൻ കരുതിയത് ഒരു ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോ ഇടാമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മുടെ ഫസ്റ്റ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറീസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറച്ച് ഞാൻ യൂസ് ചെയ്ത ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് മേടിച്ചുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യം ഇല്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് പതുക്കെ വാങ്ങിച്ചാൽ മതി. കാരണം എന്നാ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാംസ് റെഫർ ചെയ്യുന്ന ചിലപ്പോൾ വേറെ ടെക്സ്റ്റ് ആയിരിക്കും. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എങ്ങനെയും നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ ആയിരുന്നു. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് മേടിച്ചിട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ കാര്യം. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുന്ന കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 to 4 നോട്ട്ബുക്ക്സ് ക്യാരി ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പെൻസിൽ, സ്കെയില്, റബ്ബർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്കെച്ച് പെൻസ്, അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതാൻ നിങ്ങൾക്ക് മസ്റ്റാണ്. സ്കെച്ച് പെൻസ് അല്ലെങ്കിൽ കളർ പെൻസ്, അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ സ്റ്റെൻസിൽ, ഞാൻ അതും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെൻസിലിൻ്റെ കാര്യം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ A4 ഷീറ്റ്, അതായത് വരയിടാത്ത നോർമൽ വൈറ്റ് പേപ്പറാണ് നമുക്ക് വേണ്ടത്. അത് അസൈൻമെൻറ്റ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്കതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത്രയേ ഉള്ളൂ സ്റ്റേഷനറീസിനകത്ത്. പിന്നെ സ്റ്റേഷനറിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതായത് ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൻ്റെ ഹോസ്റ്റൽ അനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ടേബിളൊക്കെ കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും, അല്ലെങ്കിൽ ചില ഹോസ്റ്റലിൽ അത് കാണൂലായിരിക്കും. അപ്പം നിങ്ങൾക്ക് മറ്റൊരു ലാപ്ടോപ്പ് ടേബിൾ പോലെ കാണും. നിങ്ങൾക്ക് ഓൺലൈനിലെല്ലാം മേടിക്കാൻ കിട്ടും, ആമസോണിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ടേബിൾ വെച്ചിട്ട് നമുക്ക് അതിൽ എഴുതാനും അങ്ങനെയൊക്കെ പറ്റും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെഡിൽ ഇരുന്ന് തന്നെ എഴുതാനാണ് ഇഷ്ടമെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാം. പിന്നെ നെക്സ്റ്റ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതായത് സോപ്പ്, ചീപ്പ്, ബോഡി വാഷ്, ഫേസ് വാഷ്, പിന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ള് നിങ്ങൾ ക്യാരി ചെയ്തു. പിന്നെ അത് ക്യാരി ചെയ്യുമ്പം നിങ്ങൾ ഒരു മേക്കപ്പ് പൗച്ചിലോ അങ്ങനെ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെയും ഈ ലീവിനൊക്കെ വീട്ടിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പം നിങ്ങൾക്ക് അത് അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി ക്ലോത്ത്സിനെ കുറിച്ച് പറയാം. ക്ലോത്ത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനാണെങ്കിലും കോളേജിൽ പോകുന്നതിന് മുന്നേ വിചാരിച്ചത് നമുക്ക് TV-യിലൊക്കെ കാണുന്ന പോലെ ക്ലോത്ത്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീൻസ് അങ്ങനെയൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് പോകും. പക്ഷെ അല്ല, മിക്ക കോളേജിലും ഡ്രസ് കോഡ് ഉണ്ട്. അത് മിക്കവാറും കുർത്തീസ് ആവും, കുർത്തീസ്, ചുരിദാർ, ഷോൾ അങ്ങനെ. അപ്പം നിങ്ങൾ ആദ്യമേ പോകുമ്പോൾ വളരെ മിനിമലായിട്ട് മാത്രം ഡ്രസ്സ് കൊണ്ടുപോവുക. കാരണം നമുക്ക് അവിടുത്തെ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടില്ല. അപ്പം നിങ്ങൾ കോളേജിൽ അന്വേഷിച്ചിട്ടാണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് ഇടാൻ പറ്റുക എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ഇടുന്ന നോർമൽ ഡ്രസ്സ് അതും നമ്മൾ ക്യാരി ചെയ്യണം. പിന്നെ ഫുഡ് വെയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ഷൂസും പിന്നെ ഒരു സ്ലിപ്പേഴ്സ്, ലൈക്ക് ഒരു ഫ്ലാറ്റ്സും പിന്നെ ഗേൾസിന് ഒരു ഹീൽസും അത് നിങ്ങൾ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും ഫംഗ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലിലേക്ക് ഇടാനൊരു സ്ലിപ്പർ. ഇത്രയും നമ്മൾ പുറത്തുള്ള ഔട്ട് വെയർസ് അല്ല ഫുഡ് വെയർസ് എല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഹോസ്റ്റലിനുള്ളിൽ ഉള്ള കാര്യം എപ്പോഴും മറക്കും മിക്കവരും. അപ്പം നിങ്ങൾ ഹോസ്റ്റലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു സ്ലിപ്പർ മറക്കാണ്ട് ക്യാരി ചെയ്യണം. കാരണം ഹോസ്റ്റലിൽ ആരും ചെരുപ്പിടാതെ നടക്കൂല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് ആണ്. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എന്തെങ്കിലും അസുഖത്തിന് നിങ്ങൾ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പനി, ചുമ, തുമ്മൽ, തൂറ്റൽ, ഛർദി, ഇതെല്ലാത്തിനുള്ള മെഡിസിൻസ്, ബേസിക് മെഡിസിൻസ് അത് നിങ്ങൾ ഫാർമസി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇതൊക്കെ എനിക്ക് വരത്തില്ല എന്നൊന്നും ഓവർ കോൺഫിഡൻസ് ആയിട്ട് പോരുത്. കാരണം നിങ്ങൾ ആ നിൽക്കുന്ന 3-4 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ വരും. കാരണം ഹോസ്റ്റൽ ഫുഡാണ്, ഞാൻ അതിന് ഗ്യാരണ്ടി തരും. ഓക്കെ,
ഓക്കെ, സോ പിന്നെ നമുക്ക് ബാൻഡേജ് ഒക്കെ കരുതാം. മുറിയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ, പിന്നെ വേദനയ്ക്കുള്ള എന്തെങ്കിലും മരുന്ന്, വിക്സ്, അതൊക്കെ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിനി ലോണ്ട്രി സെക്ഷനിലോട്ട് പോവാം. ലോണ്ട്രി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് മറ്റേ സോപ്പ് പൊടി, സോപ്പ്, കംഫർട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആണല്ലോ. അതൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് പോകണ്ട. നമുക്കതൊക്കെ ഹോസ്റ്റലിൻ്റെ അടുത്തുനിന്ന് എവിടുന്നേലൊക്കെ വാങ്ങിക്കാം. കാരണം അതിനൊക്കെ ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. വെറുതെ നിങ്ങളുടെ പെട്ടിയിലെ സ്ഥലം പോകാനും അത് ഭയങ്കര ഇതാണ്. അപ്പം നിങ്ങൾ ഇവിടുന്ന് അതൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പിന്നെ നമുക്ക് വേണ്ട ഒരു എസെൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഹാങ്ങേഴ്സ് ആണ്. അതായത് നമ്മൾ ക്ലോത്ത് ഇങ്ങനെ തൂക്കിയിടാൻ ഹാങ്ങേഴ്സ്. പിന്നെ അതേപോലെ തന്നെ വേണ്ടാണ് ക്ലോത്ത് ഇങ്ങനെ കുത്തുന്ന ക്ലിപ്സ്. പിന്നെ നമുക്ക് വേണ്ട വോൾ ഹുക്സ് ആണ്. അതായത് വോൾ ഹുക്ക് ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. വോൾ ഹുക്സ് അത് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ മാത്രമല്ല ഒരു റൂമിൽ നിൽക്കുന്നത്. അപ്പം സ്പേസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ വോൾ ഹുക്സ് ആണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാനൊക്കെ. അതിപ്പം വോൾ ഹുക്സ് നമുക്ക് നമ്മുടെ കിട്ടുന്ന അലമാരിൻ്റെ ഉള്ളിലാണെങ്കിലും ഒട്ടിച്ചിട്ട് നമുക്ക് ഓരോന്നൊക്കെ തൂക്കിയിടാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കല്ല് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ബ്രഷ് കിട്ടും നമ്മൾക്ക് തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഷ്റൂമിൽ ഇട്ടാണെങ്കിലും നിങ്ങൾക്ക് തുണിയൊക്കെ കഴുകി എടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കരുതേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡെറ്റോൾ. ഓക്കെ, അത് ഡെറ്റോൾ നമ്മളൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാൽ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ബെഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ മാട്രസ് അവിടെ ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് ആദ്യം കൺഫേം ആക്കണം. ചില ഹോസ്റ്റലിൽ മാട്രസ് പ്രൊവൈഡ് ചെയ്യും, നമുക്ക് പില്ലോയും പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ചില ഹോസ്റ്റലിൽ മാട്രസും പില്ലോയും പ്രൊവൈഡ് ചെയ്യില്ല. അങ്ങനെയുള്ള ഹോസ്റ്റലാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നേ മാട്രസ് വാങ്ങിയിട്ട് പോവണ്ട. കാരണം ഹോസ്റ്റലിൽ ചെന്നിട്ട് നിങ്ങൾ ബെഡിൻ്റെ സൈസ് അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അവിടെ പോയി അടുത്തുനിന്ന് വല്ലതും വാങ്ങിച്ചാൽ മതി അതൊക്കെ. പിന്നെ ബെഡ്ഷീറ്റ് നമ്മളൊരു 2-3 അത് അത്രയൊക്കെ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ലോക്ക്. ലോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾ നല്ലൊരു കാണാൻ പറ്റുന്നൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു കീ ചെയിനൂടെ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം ലോക്ക് നമുക്ക് കബേർഡിന് ഭയങ്കര അത്യാവശ്യമാണ് ലോക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതാണ് ബക്കറ്റും മഗ്ഗും ഒക്കെ. ബക്കറ്റ് ഐ തിങ്ക് എപ്പോഴും 2 വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതും നിങ്ങൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടെ അടുത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. കാരണം 2 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വാഷ് ചെയ്യാനും ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാനൊക്കെ അത് ഭയങ്കര ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും 2 വാങ്ങിച്ചാൽ. പിന്നെ മഗ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2 വാങ്ങിക്കാം. എനിക്ക് 2 ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ 2 വാങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ 2 പറഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്തുമാണ് നമ്മൾ. കാരണം ചെല്ലുമ്പം ഹോസ്റ്റൽ അഥവാ ക്ലീൻ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ പോലും നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗേൾസിനോടാണെങ്കിൽ എനിക്ക് പറയാനുള്ള മസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വി വാഷും പിന്നെ സാനിറ്ററി പാഡ്സും നിങ്ങൾ മസ്റ്റായിട്ടും എടുക്കേണ്ട കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സാനിറ്ററി പാഡ് അല്ല മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു പാത്രം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതും നിങ്ങൾ ക്യാരി ചെയ്യണം. സെപ്പറേറ്റ് തന്നെ അത് ക്യാരി ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണ് പിന്നെ ലാപ്ടോപ്സ് അതൊക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാവുന്നതാണ്. പിന്നെ ഫോണിൻ്റെ യൂസേജിൻ്റെ കാര്യമൊന്നും അതൊക്കെ നിങ്ങളുടെ കോളേജിനെ ബേസ് ചെയ്തിട്ടിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടല്ലോ, അതായത് മറ്റിങ്ങനെ വയർ നീളമുള്ള അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു 3 പിൻ ഇതൊക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്യണം. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു അയൺ ബോക്സ്, കാരണം യൂണിഫോം അതൊക്കെ അയൺ ചെയ്യാൻ എന്തായാലും ആവശ്യം വരും. പിന്നെ നമ്മൾ ആവി പിടിക്കുന്ന മറ്റേ സ്റ്റീം ഇൻഹേലർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ക്യാരി ചെയ്താൽ നല്ലതായിരിക്കും പനിയൊക്കെ വരുമ്പം. ഓക്കെ, പിന്നെ കെറ്റിലിൻ്റെ കാര്യം യൂസ് ചെയ്യുന്ന അത് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെറ്റിലൊക്കെ യൂസ് ചെയ്യാം. കെറ്റിലെന്ന് പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കെറ്റിൽ മറ്റേ മൾട്ടിപർപ്പസ് കെറ്റിലുണ്ട്. അതായത് കോഫി മേക്കറിൻ്റെ അല്ലാതെ മൾട്ടിപർപ്പസ് ഉണ്ട്. അത് ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നൂഡിൽസ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തുണ്ടാക്കാനോ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇൻഡക്ഷൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഹോസ്റ്റലിനെ ബേസ് ചെയ്തിരിക്കും. മിക്ക ഹോസ്റ്റലിലും ചില ഹോസ്റ്റലിൽ അത് അലൗഡ് ആണ്, ചിലയിടത്തൊന്നും അത് അലൗഡ് അല്ല. ഓക്കെ, സോ അതാണ് മറ്റേ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം. പിന്നെ അതേപോലെ തന്നെ ഹോട്ട് വാട്ടർ ബാഗ്, അതായത് ഗേൾസിനൊക്കെ പീരീഡ്സ് പെയിൻ ഉള്ളവരാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഒരു ഹോട്ട് വാട്ടർ ബാഗ് ക്യാരി ചെയ്യുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽസ് പറഞ്ഞാൽ മിനിമം ഒരു 2 നല്ലതാണ്. അതിൽ ഒരെണ്ണം ഭയങ്കര നല്ല വലിയ സൈസ് ഉണ്ടല്ലോ, അത് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം നിങ്ങൾക്ക് വെള്ളം പിടിക്കാൻ പോകുന്ന ഫിൽറ്ററൊക്കെ ദൂരെയാണെങ്കിൽ
അത്രയും നടന്നു പോകാൻ എന്തായാലും ആരും ആഗ്രഹിക്കൂല. സോ ഇത് പിടിച്ചു വെക്കുന്ന ഭയങ്കര നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനത്തെ വാങ്ങാൻ നോക്കുക 2 കുപ്പി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പ്. അത് നിങ്ങൾ എന്താണോ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന അനുസരിച്ച് അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഒരെണ്ണം വല്ലതും നമ്മൾ വാങ്ങിയിട്ട് പോയാൽ മതി. പിന്നെ നമുക്ക് അവിടെ പോയിട്ടും പിന്നെ നമുക്ക് മേടിക്കാവുന്നതാണ് അതൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കത്തി കൊണ്ടുപോവാം. ഓക്കെ, ഒരു കുഞ്ഞു കത്തി. വല്ലപ്പോഴും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിളെങ്കിലും ചെത്തി തിന്നാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റലിൽ പോകാൻ നിൽക്കുന്ന ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.